നിങ്ങളെ പാരിപ്പുണരുന്ന ആ ദൈവീയ സ്നേഹത്തിലേക്ക്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ നമുക്ക് വായിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വാക്യങ്ങളാണ് അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശുക്രിസ്തു സകല സൃഷ്ടിയുടെയും ഉടയവനായ കർത്താവാണ്, ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വാക്യങ്ങളാണ് അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ. അതിന്റെ 12-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള വലിയൊരു അധികാരം അവിടെ ആ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ ഇടയായ, അവനിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇതുവരെയും യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാനോ യേശുക്രിസ്തുവിനെ വിശ്വസിപ്പാനോ കഴിഞ്ഞിട്ടില്ലാത്തവരോട് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവൻ ദൈവമാണെന്നും അവൻ സർവശക്തനായ ദൈവമായ കർത്താവാണെന്നും നിങ്ങൾ വിശ്വസിച്ച് അവന്റെ നാമത്തെ കൈക്കൊണ്ടാൽ, അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ദൈവമക്കളായി തീരുവാനുള്ള വലിയൊരു പദവി, വലിയൊരു അധികാരം നമുക്ക് ലഭിക്കുകയാണ്. നമുക്കറിയാം, ഈ ലോകത്തില് അപ്പൻ മക്കൾക്ക് ഒരു അധികാര പത്രം കൈമാറാറുണ്ട്. ഒരു കാലശേഷം, അപ്പന്റെ കാലശേഷം മക്കൾക്ക്, മകനോ മകൾക്കോ കൊടുക്കുന്ന ഒരു അധികാര പത്രമുണ്ട്. തന്റെ സകല സ്വത്തുക്കളും സകല അധികാരങ്ങളും തന്റെ മക്കൾക്ക് വേണ്ടി എഴുതി നൽകുന്നൊരു അധികാര പത്രമുണ്ട്. അതുപോലെ തന്റെ മക്കൾക്കാണ് അത് ആ അധികാര പദവിയിലേക്ക്, സകല അധികാരങ്ങളും സകല സ്വത്തുക്കളും ലഭിക്കുന്നത്. അതുപോലെ യേശുവിനെ കൈക്കൊണ്ടാൽ, യേശുവിൽ വിശ്വസിച്ചാൽ ആ ദൈവമക്കൾ എന്ന ആ പദവിയിലേക്ക് നാം എത്തിച്ചേരുകയാണ്. മക്കളെങ്കിലോ സകലത്തിനും അവകാശികളാണ്. ആ ദൈവമക്കളായി തീരുമ്പോൾ ദൈവത്തിന്റെ സകല അവകാശങ്ങൾക്കും നമ്മൾ അവകാശിയായി തീരുകയാണ്. അപ്പാ, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ അപ്പന്റെ സന്നിധിയിലേക്ക്, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനുള്ള വലിയൊരു പദവി നമുക്ക് ലഭിക്കുകയാണ്. ഇതുവരെയും ആ അപ്പന്റെ സ്നേഹത്തിലേക്ക്, ആ ദൈവ സ്നേഹത്തിലേക്ക് ഇതുവരെ എത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ആ ദൈവീയ സ്നേഹത്തിലേക്ക്, ആ ദൈവത്തിന്റെ ആ കരുതലിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇതുവരെയും ഒരു അപ്പന്റെ സ്നേഹം ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ കരുതുവാൻ ശക്തനാണ്. നിങ്ങളുടെ ഏത് ആവശ്യങ്ങളും അപ്പനോട് പറയുന്നത് പോലെ ദൈവത്തിന്റെ മുൻപാകെ പറഞ്ഞാൽ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് നമ്മോട് കരുണ തോന്നും. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന വിധം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമില്ല. ഏതു സാഹചര്യത്തിലും അപ്പൻ മക്കളെ രക്ഷിപ്പാൻ, ഒരു പെട്ടെന്നൊരു ആപത്തുണ്ടായാൽ അപ്പൻ എന്തും മറന്ന് മക്കളെ രക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ നമ്മുടെ സ്വന്തം മക്കളായി നമ്മെ സ്വീകരിച്ച ആ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെയും ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ ഇറങ്ങി വരുന്നവനാണ് സ്വർഗത്തിലെ വലിയവനായ കർത്താവ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു അപ്പന്റെ സ്നേഹത്തിലേക്ക് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ അപ്പന്റെ സ്നേഹം നിങ്ങളെ വാരിപ്പുണരുന്ന ആ ദൈവീയ സ്നേഹത്തിലേക്ക് അടുത്തു വരുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള വലിയ
അധികാരം അവൻ നൽകുന്നു. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. ആ അപ്പന്റെ സ്നേഹം നിങ്ങളെ നിറയ്ക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. God bless you.